Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഷേടാ, എന്നാലും ഈ കാന്താരിക്ക് ഇതെന്ത് പറ്റിയതായിരിക്കും? ഇവള് ഇതിനു മുന്നേ എങ്ങനൊന്നും ഒരിക്കലും പെരുമാറിയിട്ടില്ല. പിന്നെന്താ, അതും ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനും എന്തോ ചെയ്തെന്നല്ലേ പറയുന്നേ? അങ്ങനെ ഞാൻ എന്ത് ചെയ്യാ? ആരെ ഏൽപ്പിച്ചിക്ക? എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവളൊട്ടും ഒന്ന് തെളിച്ച് പറയുന്നില്ല. കമോൺ ഗൗതം, ഈ പ്രശ്നം ഇങ്ങനെ തന്നെ തുടരാൻ വിടരുത്. ഇതിനൊരു എൻഡ് ഇട്ടേ പറ്റൂ. ഒന്നെങ്കിൽ അവളോട് കാര്യം ചോദിക്കുക. എന്തായാലും ഞാൻ ചോദിച്ചാ അവള് പറയത്തില്ലെന്ന് മനസ്സിലായി. എങ്ങനെങ്കിലും കാരണം എന്തെന്ന് കണ്ടുപിടിക്കണം. എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഇപ്പൊ തന്നെ തീർക്കണം. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവളെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ പോലും ഞാൻ റെഡിയാ. കാരണം എനിക്ക് അവളെ വേണം. അവളില്ലാതെ എനിക്ക് പറ്റത്തില്ല. ഇത് അവക്ക് എങ്ങനെ മനസ്സിലാവോ എന്തോ. മച്ചു, ആ വാടാ. എന്താ മച്ചു ഇങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഓ, ഇത്ര നേരം ഷെയ്ക്കൻഡ് ഒക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു സംസാരമായിരുന്നേ. ഇപ്പെന്താ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നേ? ഓ, ഇനിയിപ്പം അതൊക്കെ മനസ്സിൽ ആലോചിച്ചോണ്ട് സന്തോഷിച്ച് നിൽക്കുമായിരിക്കും അല്ലേ ഗൊച്ച് കള്ള? ഓ, ഇവനൊരുത്തൻ. ഹലോ, എന്താ ഒരനക്കല്ലാത്തേ? ഞങ്ങൾ സംസാരിച്ചത് കണ്ടിട്ടില്ലേ ഉള്ളൂ, കേട്ടില്ലല്ലോ. ഹേയ്, എല്ലാളിയാ, നിങ്ങളെ സ്വർഗത്തില് കട്ടുമ്പോണത് മോശല്ലേ? അതാ നിങ്ങളെ കണ്ടപ്പോ തന്നെ ഞാൻ അവിടുന്ന് പോയി. അതുകൊണ്ടാ ഈ ഡയലോഗൊക്കെ ഈ സിറ്റുവേഷനിൽ എന്നോട് ഇപ്പൊ വന്ന് വിളമ്പണേ. എന്താ മച്ചോ, മുഖൊക്കെ അങ്ങ് വല്ലാണ്ടിരിക്കുവാണല്ലോ. എന്തേ, അവളായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ? വഴക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ശരിക്കും ഞാൻ നോക്കുമ്പോ നിങ്ങൾ കൈയൊക്കെ പിടിച്ച് സംസാരിക്കുന്ന കണ്ടായിരുന്നല്ലോ. ഞാൻ കരുതി ബ്രോ അവളങ്ങ് നൈസായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുന്നേ. അവളും അക്സെപ്റ്റ് ചെയ്തെന്ന് കരുതി. അതാ ഞാൻ നിങ്ങൾ ശല്യം ചെയ്യാണ്ടിരുന്നേ. അല്ല, എന്താ പറ്റിയേ? എന്തിനു വഴക്കുണ്ടാക്കിയേ? ഓ, അത് എനിക്കെന്നെ മനസ്സിലായില്ലെന്നേ. ഒരു തലയും വാലിലത്തെ വിഷയത്തിന് വേണ്ടിയാ അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നേ. എന്താന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അവളോട് ചോദിച്ചിട്ടാണെങ്കിൽ അവള് കമാന്നൊരു അക്ഷരം മിണ്ടുന്ന പോലില്ല. എന്താ ചെയ്യാന്നറിയാണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുവാ. ഓ എന്റെ മച്ചു, ഇതിനെന്നെ ഇങ്ങനെ തളർന്നാലെങ്ങനെ? ഇനി എന്തോരം കിടക്കുന്നേ. അല്ലെങ്കിലും ഈ പെൺപിള്ളേരെന്ന് പറയണതേ പെട്ടെന്ന് നമ്മളെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാന്നേ. ഇപ്പൊ ഉദാഹരണത്തിന് ഉണ്ണിമോക്ക് ഞാൻ എപ്പോ അവളോട് സംസാരിക്കാൻ ചെന്നാലും കലിപ്പാ. അവളെ ബേബിന്ന് വിളിക്കുന്നത് അവക്ക് തീരെ ഇഷ്ടല്ല. അങ്ങ് നാഗവല്ലായി മാറി കളയുന്നേ. ഇപ്പൊ ഞാൻ ബേബിന്ന് വിളിച്ച് ഉണ്ണിമോളെന്ന് വിളിച്ച് മോളേന്ന് വിളിച്ച് ഇത്രയും വിളിച്ചിട്ടും അവക്കൊരു അനക്കവും ഇല്ലെന്നേ. അവളങ്ങ് കൂളായിട്ട് ഇരിക്കുവാ. അല്ല, ഞാനും അവളെ ശ്രദ്ധിച്ചായിരുന്നു. തീരെ ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ. ഇല്ലേ? അപ്പൊ ബ്രോയ്ക്ക് അങ്ങനെ തോന്നിയല്ലേ? ഞാന് എനിക്ക് മാത്രം തോന്നി വിചാരിച്ചോണ്ടിരിക്കുവോ? അവള് തീരെ ഓക്കെ അല്ലാത്ത പോലെ. ചോദിച്ചിട്ടാണെങ്കിൽ അവള് കമാന്നൊരു അക്ഷരം പറയുന്നില്ലെന്നേ. ചിലപ്പം എന്തെങ്കിലും വയ്യായിക കാണും, അതുകൊണ്ടാ. പക്ഷേ ഈ കാന്താര എന്തിനാ പിണങ്ങിയെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലടാ. അല്ല, എന്ത് പറഞ്ഞിട്ടാ? അല്ലെങ്കിൽ എന്തിന്റെ പേരിലാ പിണങ്ങിയേ? അത് പറഞ്ഞാ നമുക്ക് തുമ്പും പാലൊക്കെ ഒന്ന് മുട്ടിച്ചു നോക്കാലോ. അത് ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാനും ഇറിറ്റേറ്റ് ചെയ്യാനുമേ ആരെയോ പറഞ്ഞയപ്പിച്ചത്രേ. ഞാൻ അവളെ ഇറിറ്റേറ്റ് ചെയ്യാനും ദേഷ്യം പിടിപ്പിക്കാനും വേണ്ടി നടക്കുവാണ്. പിന്നെ അവളെ ഫീലിങ്സ് വെച്ച് കളിക്കുവാണ്. ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാ തെറ്റിപ്പോയേ. ശരിക്കും എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അതിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഷെടാ, അപ്പോ വിചാരിച്ച പോലെയല്ലേ? പ്രശ്നം കുറച്ച് ഗുരുതരാണല്ലോ. എടാ, സത്യം പറയാലോ, ഇത്രയും ദിവസം ഞാൻ അവളും ചെറിയ ചെറിയ കാര്യത്തിന് പിണങ്ങൊക്കെ ചെയ്യുമെങ്കിലും ഇതെനിക്ക് അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ. അവളെന്തോ ഉള്ളു തട്ടി സംസാരിച്ച പോലെ തോന്നി. അവക്കെന്തോ കാര്യമായിട്ട് ഹേർട്ടായ പോലെ. പക്ഷേ അങ്ങനെ അവൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ എന്നെ കണ്ടതല്ലേ? ഞാന് രാവിലെ മുതലേ നിന്റെ കൂടെ തന്നെയല്ലേ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എന്താ പണി ഒപ്പിച്ചെന്നാ അവള് പറയണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. വീടാളിയാ, നീ ഇങ്ങനെ അതാലോചിച്ച് സാഡ് ആവല്ലേ? ദേ, അവിടെ വണ്ടി വന്നെന്നൊക്കെ പറയുന്നുണ്ട്. അതാ ഞാന് നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാ. ബാ, നമുക്ക് ബാക്കിയൊക്കെ പോണ വഴിക്ക് സംസാരിക്കാം. എന്തോ വരാനെന്റെ മൂഡ് തന്നെ പോയടാ. നിങ്ങൾ ചെല്ലേ, ഞാനില്ല. അത് കരുതി എന്നെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. ആളേനുള്ളതുകൊണ്ടാ ഇപ്പൊ ഈ ടൂറില് ഞാൻ പിടിച്ചു നിൽക്കുന്നേ. മിണ്ടാതെ വരാൻ നോക്കിയേ. അതൊക്കെ നമുക്ക് ഈ പോയി വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാന്നേ. ഇപ്പൊ ഒന്ന് വരാൻ നോക്കിയേ. വണ്ടി വന്ന് വാ. 5 minutes later. ജയ്സൺ ചേട്ടനും ലച്ചു ചേച്ചിയും ലിസക്കുട്ടിയും കിടുവൊക്കെ പാർക്കിലേക്ക് പോവല്ലേ? അതാ ടിക്കറ്റ് ഒക്കെ അവരെ ഏൽപ്പിച്ചോണ്ടിരിക്കുവാ. ഓ, അത് ശരി. ഞാനോ സൈലന്റോ? ഹേയ്, അങ്ങനൊന്നുമില്ലല്ലോ. പക്ഷേ നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലല്ലോ. ആളാകെ മൂഡ് ഓഫ് ആയ പോലെ ഉണ്ടല്ലോ.
തമ്പുരു. എന്താ അലക്സ്? അല്ല, അത് പിന്നെ ഗൗതമിനെയും ഋഷിനെയും എവിടെങ്കിലും കണ്ടായിരുന്നോ? അവര് ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ ഉണ്ടെന്നാ പൈങ്കിളി പറഞ്ഞേ. ഓ, ഓക്കെ. വീണേ? എന്താ അലക്സ്? അത് പിന്നെ എൽസനെയും സാറിനെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അവര് ഇവിടെ തന്നെ ഉണ്ട്. അതാ. ഓ ആയിക്കോട്ടെ, അവരോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ. ഞങ്ങളവിടെ പോവാൻ ഞങ്ങളത് ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തുണ്ടായിരുന്നു. അല്ല എല്ലാരും എത്തില്ലേ? എന്നാ അകത്തേക്ക് പോവാം. ഒന്ന് സമാധാനം പോലും പെടുത്താൻ വരണ്ട് നിൽക്കുന്ന കണ്ടില്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റി പിരിഞ്ഞു പോവാൻ വേണ്ടി കാത്തിരിക്കായിരുന്നല്ലേ? ചേടാ, ഈ കാന്താരി എന്റെ മുഖത്തേക്ക് പോലും ഒന്ന് നോക്കുന്നില്ലല്ലോ. ഇവളെങ്ങനെങ്കിലും സമാധാനപ്പെടുത്താന്ന് വെച്ചാ ഇവളെ നിപ്പ് കണ്ടിട്ട് തന്നെ ഇവളോട് സംസാരിക്കാൻ തന്നെ പേടിയാവാ. എന്റെ പൊന്നു ഗൗതമേ, അങ്ങനെ ഞാൻ പോലും അറിയാത്ത ഞാന് എന്ത് പണിയായിരിക്കും ഒപ്പിച്ചിട്ടുണ്ടാവാ ഇവള് ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ. 5 minutes later. കാന്താരി, എനിക്കൊന്നും ആരോട് സംസാരിക്കണ്ട ഒരാവശ്യമില്ല. നീ സംസാരിച്ചോ? പൈങ്കിളി, അത് പിന്നെ എക്സിബിഷന് അകത്തേക്ക് പോവാ ബോട്ടിലാ. അപ്പൊ പിന്നെ 2-3 ബോട്ടൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടേ അത് പിന്നെ ബോട്ട് നമ്പർ 1 പറ്റുവാണെങ്കിൽ കേറട്ടോ. അതിലാ ഞാനും ഋഷിയും ജിമിനൊക്കെ ഉണ്ടാവുക. ഓക്കെ. നിങ്ങൾ എല്ലാരും വേണമെങ്കിലേ ബോട്ട് 1 പോയിക്കോ. ഞാനേ 3-ഓ 2-ഓ അങ്ങനെ ഏതൊരു നമ്പർ തന്നോളാം. കേട്ടല്ലോ? എടി നിനക്ക് വേണ്ടിയില്ലെങ്കിലും എനിക്ക് വേണ്ടി വാടേ. ഗോതമ്പ് ബ്രോ പറഞ്ഞു കേട്ടില്ലേ? എന്റെ ജിമിനി ബോട്ട് 1 വരുന്നത്. അപ്പൊ പിന്നെ നിന്റെ ഫ്രണ്ടിന്റെ ലവിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നിന്റെ കടമയല്ലേ? എനിക്ക് വേണ്ടി നീ ഇതുപോലെ ചെയ്യത്തില്ലേ? ഓ ഇവളെ കൊണ്ട് തമ്പുരു തരൂലാന്ന് പറഞ്ഞു ഞാനേ. തമ്പുരു എന്താണേ? ദേ പൈങ്കിളി, ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ നീ ഉണ്ണിമോള് പോയിക്കോ. ഞാനേ ബോട്ട് 2-ലോ